ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി, ആ വ്യക്തി സെൽഫ് സെൻറ്റേഡ് ആണോ എന്ന് നോക്കുക. അതായത് പുള്ളിയുടെ നീഡ്സിനും വാണ്ട്സിനും മാത്രം പുള്ളി പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഫീലിങ്സിനെ ഒട്ടും അഡ്രസ്സ് ചെയ്യാതിരിക്കുക. ഒരിക്കലും നമുക്ക് ഇമോഷണലി അവൈലബിൾ ആകാത്ത വ്യക്തിയാണോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, ഈ റിലേഷൻഷിപ്പിൽ ആള് കോംപ്രമൈസിന് തയ്യാറാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കോംപ്രമൈസ് എന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു മെയിൻ കമ്പോണന്റ് ആണ്. നമ്മൾ മാത്രമാണോ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത്, അതോ ഇടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലും കോംപ്രമൈസിന് തയ്യാറാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, അവരുടെ ബിഹേവിയർ കൺസിസ്റ്റന്റ് ആണോ അതോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളോട്, ചിലപ്പം ഒട്ടും സ്നേഹം കാണില്ല, ഭയങ്കര ദേഷ്യമായിരിക്കും. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അതുപോലെ അവരുടെ വേർഡ്സും ബിഹേവിയറും തമ്മിൽ ഒട്ടും മാച്ച് ആവത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാലാമത്തേത്, അവർ ട്രാൻസ്പെയറൻ്റ് ആണോ, എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയാണോ, നമ്മളിൽ നിന്ന് ഒരുപാട് ടൂ മച്ച് സ്പേസ് അവർ നമ്മളിൽ നിന്ന് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ സീക്രട്സ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നല്ലൊരു ഹെൽത്തി റിലേഷന് പ്രാധാന്യമാണ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വേണ്ടി ക്വാളിറ്റി ടൈം മാറ്റിവെക്കാൻ അവർ തയ്യാറാണോ എന്നുള്ളതാണ്. ഒരു ഹെൽത്തി റിലേഷൻ്റെ ബേസാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഒരു നല്ല റിലേഷനിലാണ് നമ്മളെന്ന് നമ്മുടെ തെറ്റിദ്ധാരണയിൽ ചിലപ്പോൾ ഈ നെഗറ്റീവ് സൈൻസ് ഒക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാതെ പോയിരിക്കാം. അഥവാ ശ്രദ്ധിച്ചാലും കാലക്രമേണ നമ്മുടെ സ്നേഹം കൊണ്ട് ഈ വ്യക്തിയെ നമുക്ക് മാറ്റിയെടുക്കാമെന്നും, അല്ലെങ്കിൽ വിവാഹശേഷമോ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴോ ഈ വ്യക്തി മാറി പൂർണ്ണമായും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ആകുമെന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. ഒരു പരീക്ഷണത്തിന് ഇട്ടുകൊടുക്കാൻ പറ്റിയതല്ല നമ്മുടെ ലൈഫ്. അതുകൊണ്ട് എപ്പോഴും ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ചൂസ് വൈസ്ലി.